ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു രക്ഷയില്ല. ഈ മധുബഗുരു എന്ന് പറഞ്ഞ സോങ് ആണെങ്കിലും ഇതിന്റെ ഗ്ലിംസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ്. അതുകൊണ്ട് വെറുതെ ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞിരിക്കാതെ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് വരാം. റെഡി. ഇത് എല്ലാത്തിലും ഒരു ബഹളം വെക്കലുണ്ടല്ലോ. இது ஒரு கலைஞனோட கை. கூடிய சீக்கிரமே மிகப்பெரிய வெற்றி வரப்போகுது உங்களுக்கு. എടാ, നീ എഴുതിയത് എനിക്കൊരു സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ട്. നീ നാടകത്തിൽ നിൽക്കേണ്ട ആളല്ല. തനിക്ക് ഈ നാടകത്തിന്റെ കഥ വല്ല അറിയോ? എടാ, കോടമ്പാക്കത്താണ് നമ്മൾ താമസിക്കുന്ന ലോഡ്ജ്, സ്വാമീസ് ലോഡ്ജ്. കുറച്ച് വെള്ളം ചേർക്കല്ലേ? കുറച്ച് വെള്ളം ചേർക്കാം. കോഴിക്കോട്ട് മംഗലാപുരം മെയിൽ വഴി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു മുരളി. എല്ലാം വാതിലും മുട്ടാം. ഏതെങ്കിലും ഒരെണ്ണം തുറക്കും. എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ പറ്റിക്കും. ഒരുപാട് സ്വപ്നങ്ങളായി രണ്ട് കൂട്ടുകാരൊരു നഗരത്തിലേക്ക് വരുന്നു. മുരളി, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ടാവും. അതിലൊരാൾ വിജയിച്ച് വലിയ നിലയിലാവുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണണ്ടെന്നാണോ? പോവാൻ പറഞ്ഞാ പോ. ഇത് തപ്പില്ല. വേണോ? കാണാം. നമ്മുടെ നാടകത്തിൽ നായകനായിട്ട് വരുന്ന നാറിയില്ലേ, അവൻ മുങ്ങി. அவன் எல்லாரையும் மேனிபுலேட் பண்ண தெரிஞ்சவன்டா. മറ്റവൻ തകർന്ന് പാട്ടുകൊഴിയിലാവുന്നു. സിനിമയിൽ ഒരു ചാൻസ് മേടിച്ചു വരും. டிசிப்ளின் இல்லாம வாழறவங்களுக்கு கோடம்பாக்கம் கிட்டத்தட்ட ஒரு பெர்முடா ட்ரையாங்கிள் மாதிரி. റെഡി, ക്ലാപ്പൻ. അവിടെ പ്രിയദർശനോ പത്മരാജനോ ഭരതനോ ആരെങ്കിലൊക്കെ താമസിക്കുന്നുണ്ടോ? വീട്ടിൽ ചെന്ന് വശി വെച്ചു കൊടുക്ക്. ഹോൾ ക്യാമറ ആക്ഷൻ. മാറുന്ന മലയാള സിനിമയെ കുറിച്ച് വിവരമുള്ള ഡയറക്ടർമാർ ചർച്ച ചെയ്യുന്ന നിനക്ക് കേട്ടെന്തെങ്കിലും പഠിക്കാം. 1 2 3 ക്ലാപ്പ്. എന്താണ് ഈ നടക്കുന്നത്? സിനിമയുടെ മാജിക്കാണ്, മാജിക്. ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ നിന്റെ അപ്പൻ 30 സെന്റ് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടില്ലേ? പാട്ടിയത്ത് ചെന്ന് കിളക്ക്. ஞாபகம் மோதுதே மனம் ஏங்குதே. എന്റെ മോനെ, മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച്. ഇല്ലെങ്കിൽ നഷ്ടമായിരിക്കും തിയേറ്ററിൽ ഇത് കണ്ടിട്ടില്ലെങ്കിൽ വരാൻ പോകുന്നത്. കാരണം ഗൂസ് ബംസ്, രോമാഞ്ചമൊക്കെ ഇങ്ങനെ വാരി വിതറായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജസ്റ്റ് 2 മിനിറ്റും അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ വരുന്ന ഒരു ട്രെയിലർ കണ്ടിട്ട് ഗൂസ് ബംസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. വിനീത് ശ്രീനിവാസൻ പുള്ളിക്കാരൻ്റെ ഒരു മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും മിക്കവാറും വർഷങ്ങൾക്ക് ശേഷം. അത് ധ്യാനൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ജസ്റ്റ് ഒരു ട്രെയിലർ നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ എത്രമാത്രം പുള്ളീൻ്റെ ഉള്ളിലെ ഒരു അഭിനേതാവിനെ ഒരു സംവിധായകൻ എന്ന രീതിയിൽ വിനീത് ശ്രീനിവാസനെ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ളത്, ആ കഥാപാത്രത്തിൻ്റെ ഒരു ആർച്ച് എത്രമാത്രം വലുതായിരിക്കും എന്നൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രണവ് മോഹൻലാൽ ജസ്റ്റ് ലാലേട്ടൻ. അത് വീണ്ടും വീണ്ടും പറയാണ്. അത് എനിക്കറിയാം, ഇങ്ങനെ പറയുമ്പോഴൊക്കെ കമന്റിൽ വന്നിട്ട് പിന്നെ ലാലേട്ടൻ്റെ മോൻ പിന്നെ മമ്മൂക്കയെ പോലെ ഇരിക്കണം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. അതല്ല ഉദ്ദേശിക്കുന്നത്. അഭിനയം കൊണ്ട് അതുപോലെ തോന്നുക എന്ന് പറയുന്നത്, ഇപ്പോൾ മാനറിസം നോർമലി പുള്ളിക്കാരൻ നടക്കുമ്പോൾ ആ മാനറിസം അല്ല, അത് അഭിനയിക്കുമ്പോൾ അതുപോലെ തോന്നണമെങ്കിൽ അത് ഭയങ്കര സംഭവമാണ്. മാത്രമല്ല ലാലേട്ടനെ, പഴയ ലാലേട്ടനെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു. അത് ഇതിലൂടെ തിരിച്ചു കിട്ടുന്ന ഒരു ഫീലൊക്കെ ഒരു ലാലേട്ടനെ ഇഷ്ടമുള്ള ഒരു ആൾ എന്ന രീതിയിൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ജൂനിയർ ലാലേട്ടൻ എന്ന് ഞാൻ പറയുന്നത്. വേറെ ഒന്നുകൊണ്ടും അല്ല. അപ്പോൾ വേറെ രീതിയിലൊന്നും ആളും എടുക്കണ്ട. ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിലെ എന്താ പറയുക, നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സിനിമാ മോഹം, ഭയങ്കരമായിട്ടുള്ള സിനിമാ മോഹിയായിട്ടുള്ളൊരു ആളാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ എൻകറേജ് ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം ശ്രമിച്ച് അവസാനം ഒന്നും അല്ലാതെ ഇരിക്കുന്ന സമയത്ത്, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പറയുന്ന ഡയലോഗാണ് തീർച്ചയായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രണവ് മോഹൻലാലിൻ്റെ ഡയലോഗ് മുഴുവൻ, അല്ലെങ്കിൽ 30 ഏക്കർ സ്ഥലം അച്ഛൻ ഉണ്ടാക്കിയിട്ടില്ലേ, അവിടെ പോയി കിളക്ക് എന്നൊക്കെ പറയുന്നത് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ, ചീത്ത പറയുന്ന രീതിയിൽ കൊടുക്കുന്ന ചില മോട്ടിവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ,
അത്തരത്തിലുള്ള സാധനമൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന ഡയലോഗാണെങ്കിലും ഒരു ചെന്നൈ അവിടെ എത്തിയിട്ടുള്ള കുറേ സംഭവങ്ങൾ, അത് എനിക്ക് ഭയങ്കര ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ട്, അവരുടെ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാട്, അത് കഴിഞ്ഞ് ഇവരെന്തെങ്കിലും നേടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ഗൂസ് ബംസ്, അതൊക്കെ ഇത്രയും സാധനങ്ങൾ മുഴുവൻ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറല്ല, 2.5 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2.5 മണിക്കൂർ 3 മണിക്കൂർ നേരത്ത് കാണുമ്പോൾ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ജസ്റ്റ് ഒരു ട്രെയിലർ കണ്ടിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എന്നെപ്പോലെ ഒരു വമ്പൻ പടം വരുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ഈ ട്രെയിലർ തന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം അതൊരു സപ്പോർട്ടായിരിക്കും. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ എന്നെ വന്ന് നോക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തീർച്ചയായിട്ടും എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആടുജീവിതത്തിന് ശേഷം ഈ സിനിമ ഉണ്ട്, അത് ഉറപ്പാണ്. അത് ഇതുവരെ ഇങ്ങനെ ഞാൻ ഇത്രമാത്രം അതിലേക്ക് ഒരു വല്ലാത്തൊരു വെയിറ്റിംഗ് ഈഗേർലി എന്ന് പറയുന്ന രീതിയിലൊന്നും വന്നിട്ടില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ അതങ്ങനെയാണ്. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് സിനിമയ്ക്ക്.